ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. റംസാൻ മുബാറക്. എന്തെല്ലാമാണ്, സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. പൊളി ടേസ്റ്റാണിത്. നോമ്പൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ചായക്കടിയായിട്ടും നോമ്പ് മുറിക്കാനുള്ള ചായക്കടിയായിട്ടും അല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. എന്നും പറയുന്നത് പോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഡോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമ്മൾക്കൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഈസ്റ്റ് ഞാൻ എടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അരക്കപ്പോളം വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ മാറ്റി വെച്ച് കൊടുക്കാം. ശേഷം 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി, മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പോളം തൈരില്ലേ, നല്ല പുളിയില്ലാത്ത തൈരെടുത്തോ, തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ മിക്സില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് മാവാക്കിയിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ടവൽ കൊണ്ട്, തുണി കൊണ്ടോ ഒന്ന് കവർ ചെയ്തിട്ട് അത് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് ചിക്കനാണ് വേണ്ടത് കേട്ടോ. എല്ലില്ലാത്ത ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതും ചിക്കൻ മാത്രം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടാകുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഒരു തക്കാളി, ടൊമാറ്റോ, ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസിലേക്ക് കെച്ചപ്പ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിലുള്ള മസാല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് 2 പാർട്ടായിട്ട് എടുക്കുക. നേരെ പകുതിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കൈ കൊണ്ടൊന്ന് കോല് കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. ഒന്ന് നീളത്തിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വലിപ്പത്തിൽ നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് ട്രേ അല്ല, ഓവനിൽ വെക്കാൻ പറ്റിയ ഏത് ട്രേയും എടുക്കാം കേട്ടോ. ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള ട്രേ ആയാലും കുഴപ്പമില്ല, ഏതിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പരത്തിയെടുത്ത ഡോയില്ലേ, അത് ആദ്യം ഇതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മാവ് എന്താക്കുക, അതിൻ്റെ മുകളിൽ ഈ ട്രേയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക. ഈ ട്രേക്ക് കണക്കായിട്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ്, ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്കതിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റഡ് മൊസറല്ല ചീസാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് മുകളിൽ നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഡോ ഇല്ലേ, പരത്തി വെച്ച അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വരുന്ന വിധത്തിൽ, ആ ഒരു കവറിങ് ആവുന്ന വിധത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്താൽ മതി. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ ഡിന്നറായിട്ട് ഉപയോഗിക്കാം, നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, നോമ്പ് മുറിക്കൊക്കെ ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഗസ്റ്റ് വന്നാലൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ. ഒരു അടാറായിട്ട് തന്നെ പറയാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് തന്നെയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്നാക്കുക, വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊരു പിന്നെ എള്ളില്ലേ, കറുത്ത എള്ളോ വൈറ്റ് എള്ളോ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്ത് നോക്കിയിട്ട് അത് വെന്തിനോന്ന് നോക്കിയിട്ട്, ഓരോരാൾ ഓവനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് പാനിലും വേണമെങ്കിൽ ചെയ്യാം, സ്റ്റീം ചെയ്തിട്ടെടുക്കാം, എല്ലാം ചെയ്യാം. ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല. അടിപൊളിയായിട്ട് പിസ്സൻ്റെ ഒരു വേറെ ഒരു വെർഷൻ, ന്യൂ വെർഷൻ എന്നിട്ടും പറയാം, ആ ഒരു ടൈപ്പിലുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.